സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാനാണ് സാധ്യത. ഇപ്പോൾ തന്നെ കേരളത്തിലെ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലെ ചില പ്രദേശങ്ങളിലൊക്കെ മഴ പെയ്യുന്നുണ്ട്. പക്ഷേ പ്രഖ്യാപിച്ചതുപോലെ മഴ കനത്തിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ പറഞ്ഞിരുന്നത് വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ അതിശക്തമായ മഴ ഉണ്ടായിട്ടില്ല, പക്ഷേ മഴയുണ്ട്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടാണ്. കനത്ത മഴയിൽ വെള്ളക്കെട്ടിൽ മുങ്ങിയ തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും ദുരിതം ഇപ്പോഴും തുടരുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്തെ മേലാറന്നൂരിൽ നിന്ന് MG പ്രതീഷ് തത്സമയം ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. മേലാറന്നൂരിലെ ഈ വീടുകളിൽ വെള്ളം കയറിയ സ്ഥലത്തേക്ക് വെള്ളം ഇറങ്ങിപ്പോയോ? ISKN കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇപ്പോൾ മഴയ്ക്ക് ശമനമുണ്ടെങ്കിൽ കൂടിയും കഴിഞ്ഞ 2 ദിവസമായി പെയ്ത മഴയുടെ ദുരിതം ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിലെ പല ഭാഗങ്ങളിലും മാറിയിട്ടില്ല. ISKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളത് കരമനയ്ക്ക് സമീപമുള്ള മേലാറന്നൂർ എന്നുള്ള പ്രദേശത്താണ്. ഇന്നലെ ഏറ്റവും കൂടുതൽ ദുരിതമുണ്ടായ ഒരു മേഖല കൂടിയാണ്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഒരു ഫയർഫോഴ്സ് ഒരു വയോധികയെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുപോകുന്ന അതേ ഒരു ഇടം, ആ സ്ഥലത്തെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. ഇന്നലെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വീടിന്റെ പകുതിയോളം ഭാഗവും വെള്ളത്തിൽ മുങ്ങിയ നിലയിലായിരുന്നു. പക്ഷേ വെള്ളം ഒരു പകുതിയെങ്കിലും ഇറങ്ങിയെങ്കിലും ഈ വീടിനുള്ളിലേക്ക് കയറിയ വെള്ളം ഇപ്പോഴും ഇറങ്ങിപ്പോയിട്ടില്ല. ഈ വീട്ടിന് ഉള്ളിൽ, മുറിക്കുള്ളിൽ തന്നെ ഇപ്പോഴും വെള്ളം ഈ തളം കെട്ടി കിടക്കുന്ന സാഹചര്യമാണ്. രാവിലെ തന്നെ ഈ വീട്ടിലുള്ളവരൊക്കെ തന്നെ വലിയ പരിശ്രമത്തിലാണ്. ഈ വീടിനുള്ളിൽ കയറിയ വെള്ളം കോരി പുറത്ത് കളയുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഒരു അമ്മ ആ വീട്ടിനുള്ളിലെ വെള്ളം ഇപ്പോഴും കോരിക്കളയുകയാണ്. രാവിലെ 6 മണി മുതൽ തുടങ്ങിയ ജോലി എന്നതാണ് അമ്മ പറയുന്നത്. പക്ഷേ ആ വെള്ളം ഇപ്പോഴും ഇറങ്ങിപ്പോയിട്ടില്ല. ഈ മുറിക്കുള്ളിലും അടുക്കളയിലും ഒക്കെ തന്നെ ഈ വെള്ളം ഇങ്ങനെ തളം കെട്ടി കിടക്കുകയാണ്. അത് നീക്കം ചെയ്യുകയാണ്. ഇന്നലെ രാത്രി തൊട്ട് വലിയ ബുദ്ധിമുട്ടല്ലേ? ഞാൻ അവിടെ പോയി കിടന്നിപ്പോഴേ കിടന്നില്ല. ഇന്നലെ മെഞ്ഞാന്ന് വൈകുന്നേരം തുടങ്ങിയ മഴ, ഒരു വെള്ളം ഞാൻ എന്നിട്ട് ഈ കട്ടിലിൽ തന്നെ കയറി കിടന്ന് വെത്തൊക്കെ നനഞ്ഞ്. പിന്നെ ഇന്ന് രാത്രി മഴ വരുമെന്ന് പറഞ്ഞ് അവിടെയൊക്കെ വെള്ളം കിടക്കണേ. ഈ ഫയർഫോഴ്സ് ഒക്കെ വന്നാണോ ഇവിടെ നാളേക്ക് കൊണ്ടുപോയത്? കാലത്ത് വന്നു രാവിലെ. സാധാരണ ഈ വീട്ടിലിങ്ങനെ വെള്ളം കയറാറുണ്ടോ? മുമ്പ് വലിയ മഴ വരുമ്പോൾ ഇതുവരെ ഇങ്ങനെ കയറിയിട്ടില്ല. ഇത്രയ്ക്ക് വരും, പിന്നെ ഇങ്ങനെ കോരി കുഴിക്കും. പിന്നെ ഈ തവണ തന്നെ ഒരുപാട്. നമുക്ക് ഈ വീട്ടിൽ അതിന്റെ ഇന്നലെ ആ വെള്ളം കയറിയ ആ അടയാളങ്ങളൊക്കെ കാണാം. ഈ ചുവരിന്റെ ഏകദേശം ഇത്രത്തോളം ഭാഗമാണ് ഇന്നലെ വെള്ളം കയറിയത്. അതിൽ ഒരു പകുതിയോളം നേരെ ഇറങ്ങിയെങ്കിൽ കൂടിയും ഇപ്പോഴും ഈ വീട്ടിലെ തറയിലൊക്കെ തന്നെ വെള്ളം ഇങ്ങനെ തളം കെട്ടി കിടക്കുകയാണ്. അടുക്കളയിലും ഒക്കെ തന്നെ ഇരിക്കുകയാണ്. ഇന്നലെ ഈ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയൊക്കെ തന്നെ ക്യാമ്പുകളിലേക്ക് മാറ്റിയിരുന്നു. പക്ഷേ രാവിലെയോട് കൂടി തന്നെ അവർ തിരിച്ചെത്തി. വീടുകളുടെ ഈ ചെളിയും വെള്ളവും ഒക്കെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്നവരൊക്കെ ഈ വീടുകളിലേക്ക് എത്തിയത്. ഈ പ്രധാനപ്പെട്ട വസ്തുക്കളൊക്കെ തന്നെ ഇന്നലെ മഴയിൽ നശിച്ചു പോകുന്ന സാഹചര്യമുണ്ടായി. തുണികൾക്കും ഈ വീട്ടിലെ മറ്റ് അടുക്കളയിൽ ഉള്ള സാധനങ്ങൾക്കുൾപ്പെടെ വലിയ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. വലിയ ദുരിതത്തിലാണ് ഈ ഭാഗത്തുള്ള ആളുകൾ. നേരത്തെയൊക്കെ തന്നെ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ വെള്ളം കയറാറില്ല എന്നതാണ് ഈ ആളുകളൊക്കെ തന്നെ പറയുന്നത്. ഇന്നലെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സാധാരണ ഇത്രത്തോളം വെള്ളം ഇങ്ങനെ വരാറുണ്ടോ ഇവിടെ? ഇങ്ങനെ വരാറില്ല, ഇത്ര വരാറില്ല. എന്നാൽ മഴ പെയ്യുമ്പോൾ വരും, അങ്ങ് പോവും, പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോവും. പക്ഷെ ഇപ്പം തന്നെ ഇത്രയും കണ്ട് ഞങ്ങൾ ആ കല്ല് വെച്ചാണ് ഞങ്ങൾ പൊക്കി കിടക്കുന്നത്. നമുക്ക് ആ ദൃശ്യം കാണാം. ആ കിടക്കുന്ന കട്ടിലാണ് വലിയ താവൂക്ക് ഈ 4 എണ്ണം വെച്ച് അതിന് മുകളിൽ കട്ടിൽ സ്ഥാപിച്ച് കിടക്കുന്ന വളരെ അത്രയും ദയനീയമായ ദൃശ്യങ്ങൾ കൂടിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. കാരണം അത്രത്തോളം ദുരിതമാണ്. ഈ കട്ടിലൊക്കെ തന്നെ അത്രത്തോളം കല്ലിൽ കയറ്റി വെച്ച് കിടന്നുറങ്ങേണ്ട ഒരു ഗതികേടിലാണ് ഇവിടെയുള്ളവർ. ഈ റെയിൽവേ ട്രാക്കിനോട് ചേർന്നുള്ള ഒരു സ്ഥലമാണ് ഈ മേലാറന്നൂർ. ഇവിടെയാണ് ഇന്നലെ പെയ്ത ദുരിതപ്പെയ്ത്തിൽ വലിയ ദുരിതം ഈ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ളത്. വീടുകളൊക്കെ തന്നെ ഭാഗികമായി മുങ്ങിപ്പോകുന്ന സാഹചര്യമായിരുന്നു. വീടിന് പുറത്തുള്ള വെള്ളം ഒക്കെ തന്നെ ഇറങ്ങിപ്പോയെങ്കിലും ഈ പൂർണ്ണമായും വീടിന് ഉള്ളിൽ നിന്നുള്ള വെള്ളം നീക്കം ചെയ്യാനൊന്നും ആയിട്ടില്ല. കൂടുതൽ പേരും ഇപ്പോഴും ക്യാമ്പുകളിൽ, മറ്റ് സ്കൂളുകളിലും മറ്റ് ചില കേന്ദ്രങ്ങളിലും കഴിയുന്നുണ്ട്. പക്ഷേ ഈ ദുരിതം, ഈ വീടുകളിൽ ഉള്ള ഈ വെള്ളം, ഒപ്പം ഈ മറ്റ് അവശ്യ വസ്തുക്കളൊക്കെ തന്നെ നശിച്ച സാഹചര്യം, അത്തരത്തിലൊരു ദുരിതം ഇപ്പോഴും ഈ നിവാസികളെ വിട്ടുപോയിട്ടില്ല. നേരത്തെയൊക്കെ തന്നെ ഇത്രത്തോളം മഴയും
ഈ വെള്ളക്കെട്ടുമൊന്നും തന്നെ ഈ മേഖലയിൽ ഉണ്ടാകാറില്ല എന്നതാണ് പ്രധാനമായും ഈ ആളുകളൊക്കെ തന്നെ പറയുന്നത്. തിരുവനന്തപുരത്തെ മറ്റ് ചില ഇടങ്ങളിലും ഇതേപോലെ വെള്ളക്കെട്ടുണ്ട്. ഈ ആക്കുളം ഭാഗത്തൊക്കെ തന്നെ ഇന്നലെ വലിയ അളവിൽ വെള്ളം കയറിയിരുന്നു. അവിടെയൊക്കെ തന്നെ വെള്ളം ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ പല ഭാഗങ്ങളിലും അതിൻ്റെ ബാക്കിയായി ഈ ദുരിതം ഇപ്പോഴും തുടരുകയാണ്. SKN ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.